ആലപ്പുഴയിൽ യുവതിയുടെ മരണത്തിന് കാരണം അരളിപ്പൂ കഴിച്ചതാണെന്ന ആശങ്കയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂവിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള കാരണം. നാളെ മുതൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് വിലക്കാണ്. നിവേദ്യങ്ങളിലും അർച്ചനകളിലും അരളിപ്പൂ ഉപയോഗിക്കില്ല. പകരം തെറ്റി, തുളസി, ജമന്തി, മുല്ല, റോസ് എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കും. പല നിവേദ്യങ്ങളും അർച്ചന പ്രസാദങ്ങളും ഭക്തർ കഴിക്കുന്നതാണ്. അതിനാൽ അരളിപ്പൂവിന് ദോഷവശങ്ങളുണ്ടെങ്കിൽ അത് ശരീരത്തിനുള്ളിലെത്തും. ഇക്കാരണത്താൽ ഭക്തരുടെ ആരോഗ്യവശം പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നില്ല. നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് കയ്യിൽ നൽകുന്ന അർച്ചന സമർപ്പണം ഉണ്ടല്ലോ. ഒരു അർച്ചന എഴുതിയാൽ സ്വാഭാവികമായും അർച്ചനയായിട്ട് പ്രസാദ സമർപ്പണം ഉണ്ടല്ലോ. അതിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭക്തരുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ക്ഷേത്രങ്ങളിലെ മറ്റു പൂജകൾക്ക് അരളിപ്പൂവിന് വിലക്കില്ല. പുഷ്പാഭിഷേകത്തിനും മാലാഹാരം എന്നിവയിലും അരളി ഉപയോഗിക്കാം. അരളിപ്പൂവിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലമൊന്നും ദേവസ്വം ബോർഡിന് ലഭിച്ചില്ലെങ്കിലും ഭക്തരുടെ ആശങ്ക പരിഗണിച്ചാണ് ഇപ്പോഴത്തെ ബോർഡ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.